കോൺഗ്രസ് നേതാവ് വി സെയ്ദ് മുഹമ്മദ് തങ്ങളുടെ നിര്യാണത്തിൽ പൊന്നാനിയിലെ പൗരസമൂഹം അനുശോചനം രേഖപ്പെടുത്തി. പൊന്നാനിയുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നികത്താനാകാത്ത വിടവാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രമുഖർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. യോഗം ജില്ലയിലെ പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ തീരെ നഷ്ടമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയുടെ അമരക്കാരനായി ഒരു വലിയ യൂത്ത് കോൺഗ്രസ് മലപ്പുറത്ത് കെട്ടിപ്പടുക്കുന്ന വലിയ പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന് ഞാൻ കണ്ടിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് വ്യക്തിബന്ധമല്ലാതെ കാത്തു സൂക്ഷിക്കുന്നയാളായിരുന്നു. കേരളത്തിൽ വളരെ സജീവമായി ഗ്രൂപ്പ് രാഷ്ട്രീയം നടക്കുന്ന കാലത്ത് അദ്ദേഹം കരുണാകര പക്ഷത്താണെങ്കിലും പോലും എൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തി. ഞാനൊക്കെ ആയിട്ടും നല്ല ബന്ധം സൂക്ഷിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. അത് പാർട്ടിക്കകത്ത് മാത്രമല്ല, CPM-കാരാണെങ്കിലും മറ്റു പ്രതിപക്ഷത്തുള്ള കക്ഷിയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്തൊരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു സൗമ്യനായ, എല്ലാവരും സൗമ്യമായി സംസാരിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു. കുറേ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും വളരെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിന് വന്നിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് വലിയ പ്രാധാന്യം പാർട്ടി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വിയോഗം മൂലം ആ ഒരു ഭാഗം വലിയ ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലും വിജയത്തിലൊക്കെ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പാർട്ടിക്കാരിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. അത് എന്നും ഒളിമങ്ങാത്ത ഓർമ്മകളായി നിലനിൽക്കും എന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുക. ആദരാഞ്ജലി. പൊന്നാനിയിലെ പ്രശസ്തനും വന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇവിടുത്തെ ജമാഅത്ത് പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാത്മാർത്ഥ സുഹൃത്തുമായിരുന്ന സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങളുടെ നിര്യാണം ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പൊന്നാനിയിലെ പൗരാവലിക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുചേരുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ നിന്ന് ഉയർന്നു വന്ന പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തങ്ങൾ. DCCയുടെ സെക്രട്ടറിയായും പിന്നീട് KPCC മെമ്പറായും ഇപ്പോൾ KPCCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായും പ്രവർത്തിക്കുന്ന ബഹുമാന്യനായിരുന്ന തങ്ങൾ, നമുക്കറിയാം, ഐക്യത്തിൻ്റെയും
ഒന്നിച്ചുള്ള മുന്നേറ്റത്തിൻ്റെയും മുമ്പിൽ നടന്ന വ്യക്തിയാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയും ഈ പ്രദേശത്തിൻ്റെ പുരോഗതി അദ്ദേഹത്തിൽ നടത്താൻ പറ്റിയുള്ള ഇടപെടലുകൾ ചെറുതൊന്നുമല്ല. യുവജന പ്രസ്ഥാനത്തിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ, കോൺഗ്രസിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടം നമുക്കുണ്ടാക്കിയിരിക്കുകയാണ്. സൃഷ്ടാവ് അദ്ദേഹത്തിന് ശിഷ്ട ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എൻ്റെ ഒരു മൂത്ത സഹോദരനാണ് നഷ്ടപ്പെട്ടത്. വളരെ കുട്ടിക്കാലം മുതൽക്ക് അച്ഛൻ്റെ കൂടെ നടക്കുന്ന സേതുവമ്മ തങ്ങൾ എന്നാണ് എല്ലാവരും വിളിക്കുക. ആ തങ്ങളെ അച്ഛൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ മൂത്ത മകൻ എന്നാണ് പറഞ്ഞത്. ആ തങ്ങളുടെ വേർപാട് പൊന്നാനിയിലെ ജനങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കും തീരാത്ത നഷ്ടമാണ്. പൊന്നാനിയിലെ ഒരു മതേതര മുഖം തന്നെയായിരുന്നു സേതുവമ്മ തങ്ങൾ. ആ തങ്ങളുടെ വേർപാടിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ വലിയ തീരാത്ത വലിയൊരു നഷ്ടമാണ്. ഞങ്ങളുടെ പാർട്ടിക്കുണ്ടായ നഷ്ടം, അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ വിട്ട് പോകുന്നു. കുടുംബവും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചാണ്. ഏതായാലും തങ്ങളുടെ വേർപാടിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ അഗാധമായ ദുഃഖം ഉണ്ട്. അദ്ദേഹം ജീവിതത്തിൻ്റെ പൊന്നാനിയിലെ പൊതുജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും സാർത്ഥകമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സാന്നിധ്യം ആണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും അനുശോചിക്കുന്നു. കോൺഗ്രസ് നേതാവ് സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് കോൺഗ്രസിൻ്റെ മുഖമായി കണ്ടിരുന്ന ആളാണ് സയ്യിദ് മുഹമ്മദ് തങ്ങൾ. പി ടി മോഹനകൃഷ്ണനും അതുപോലെ തന്നെ ശിവശങ്കരൻ നായർ കൊടിയില്ല ഗ്രൂപ്പിൽ സജീവമായി ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം. പി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ്. തങ്ങളില്ലാത്ത ഒരു കോൺഗ്രസ് പ്രസ്ഥാനം എന്നത് ആലോചിക്കാൻ പോലും വയ്യ. വളരെ മാന്യമായ പെരുമാറ്റം, വിനയാധീനമായുള്ള പെരുമാറ്റം, സഹപ്രവർത്തകരോട് സ്നേഹമായ പെരുമാറ്റം, എല്ലാ തരത്തിലും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതം മുന്നോട്ട് നയിച്ച കോൺഗ്രസ് നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് തങ്ങൾ. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ കോൺഗ്രസ് ഊട്ടിയുറപ്പിക്കാൻ വളരെ കഠിനാധ്വാനം ചെയ്ത നേതാവായിരുന്നു തങ്ങൾ. തങ്ങൾ മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. എല്ലാ തലത്തിലും നമ്മുടെ സമൂഹത്തിന് വലിയ നഷ്ടമാണ് തങ്ങളുടെ വേർപാട്. വളരെ ശൂന്യമാവുകയാണ് ഇവിടെ. പൊതുരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, മതരംഗത്ത്, ഏറ്റവും അഭികാമ്യമായി രാഷ്ട്രീയ രംഗത്തെ ഉന്നത ശീലയിലായിരുന്നു അദ്ദേഹം. എനിക്ക് നേരത്തെ അറിയാം. ഇത് കോഴിക്കോട് ജില്ലയായിരുന്ന കാലത്ത് പോലും ഞാൻ കോഴിക്കോട് ജില്ല MSMൻ്റെ സെക്രട്ടറി ആകുമ്പോൾ തങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ കാലെടുത്ത് വെച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വരികയാണ്. PP ഹുസൈൻ കോയ തങ്ങൾ ചെയർമാനായിരുന്ന മുനിസിപ്പാലിറ്റിയുടെ കാലത്ത് ഞാനിവിടെ തങ്ങളുടെ വീട്ടിൽ വന്ന് നോമ്പ് തുറയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളിലും തങ്ങൾ നേതൃത്വം തിരൂരങ്ങാടി മേഖലയിൽ, പ്രത്യേകിച്ചും ബഹുമാന്യനായ മുഖ്യമന്ത്രി കരുണാകരൻ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്തും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിര്യാണം മൂലം സമൂഹത്തിൽ ഉണ്ടായ നഷ്ടം നികത്തപ്പെടാവുന്ന ഒരു കാലത്തേക്ക് തിരിച്ചെത്തുകയാണ്. പാർട്ടിയും സംഘടനയും വളരെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി വിജയപ്രതീക്ഷയിലാണ് തങ്ങളുടെ നിര്യാണം. ബഹുമാനപ്പെട്ട തങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായും, പ്രത്യേകിച്ച് CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെ ആളുകൾ വളരെ ബന്ധം പുലർത്തിയ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ ശൈലിയും വാഗ്ദാനവും അദ്ദേഹത്തിൻ്റെ വശ്യമായ പെരുമാറ്റമൊക്കെ ഏതൊരു പൊതുസമൂഹത്തിനും മുതൽക്കൂട്ടാണ്. തങ്ങൾ വളരെ കനിച്ചുള്ള പ്രവർത്തനത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പൊന്നാനിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. പൊന്നാനി ജുമാഅത്ത് പള്ളിയുടെ ജനറൽ സെക്രട്ടറിയും എൻ്റെ അടുത്ത സുഹൃത്തും ആയിരുന്ന സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ വിയോഗം പൊന്നാനിയിലെ എല്ലാവർക്കും ഒരുപാട് തീരാ ദുഃഖങ്ങളാണ്
അള്ളാഹു അദ്ദേഹത്തിന് മാഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യാം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് രംഗത്ത് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് സൈദ് തങ്ങൾ. തങ്ങളുടെ വേർപാട് വലിയ പൊന്നാനിയെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമാണ്. തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ കുടുംബത്തിൽ നിന്നും തൻ്റെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ആ കാലങ്ങളിൽ വളരെ അപൂർവമായ തങ്ങന്മാരാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് സൈദ് തങ്ങൾ. അദ്ദേഹം കോൺഗ്രസുമായി അദ്ദേഹത്തിൻ്റെ വലിയ സൗഹൃദ ബന്ധങ്ങളുള്ള ശ്രീ കരുണാകരനെ പോലുള്ളവരോടൊപ്പം അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് സൈദ് തങ്ങൾ. തന്നോടൊപ്പം നിന്ന തന്നെ സ്നേഹിക്കുന്നവരോടൊപ്പം എന്ത് ജീവൻ കൊടുത്തും തൻ്റെ പ്രവർത്തനങ്ങൾ ആ മാതൃകയാക്കിയ ഒരു മനുഷ്യനാണ് നമുക്കിവിടെ പൊന്നാനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അതിയായ ദുഃഖം എൻ്റെ പ്രസ്ഥാനവും പാർട്ടിയും CPI എന്ന പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ദുഃഖം പങ്കുചേർന്നുകൊണ്ട് നമ്മോട് വിട പറഞ്ഞു പോയ കോൺഗ്രസിൻ്റെ സമുന്നതനായ പൊന്നാനിയിലെ നേതാവ് സയ്യിദ് മുഹമ്മദ് തങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെയായി ഒരു കാലത്ത് പൊന്നാനിയിലെ കോൺഗ്രസിൻ്റെ സുൽത്താനായി വാഴുന്നിരുന്ന നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് തങ്ങൾ. മാത്രമല്ല അദ്ദേഹം നിൽക്കുന്ന ഭാഗം ആത്മാർത്ഥതയോടുകൂടി ഏത് ഭാഗത്താണെങ്കിലും നിൽക്കുകയും അതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ധീരനായ നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് തങ്ങൾ. പൊന്നാനിയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിൽ രാഷ്ട്രീയ ശത്രുക്കളോട് എന്നും സൗഹൃദം പുലർത്തിയിരുന്ന ഒരു ജനകീയ നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഉണ്ടായ ആ നഷ്ടത്തിൽ എല്ലാ ദുഃഖവും രേഖപ്പെടുത്തുന്നു.